ரொம்ப பிரமாதமா இருக்கு. സൂപ്പർ. രണ്ടമ്മമാരുടെയും കൈപുണ്യം അന്യായം. കഴിക്കുക അമ്മമാരെ. പിന്നെ നാളെ വിഷു ആണ്. എന്താ നമ്മുടെ ഇത്തവണത്തെ വിഷു പരിപാടി? ജയിലിൽ വെച്ച് ഒരാള് വിഷുവിന്റെ കാര്യം പറയുന്നത് കേട്ടു. അപ്പൊ എന്റെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. പ്രണവിനെ കണ്ടെത്തി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനുമൊത്ത് ഈ വീട്ടില് വിഷു ആഘോഷിക്കണമെന്ന്. പക്ഷേ അത് നടന്നില്ല. അവന്റെ വഴിക്ക് പോയി. ഇനി എന്ത് വിഷു ആഘോഷം? വിഷുവും കണിയൊന്നും വേണ്ട. നമ്മുടെ സന്തോഷം ഇതൊക്കെ മതി. അവന്റെ അഹങ്കാരത്തിന് ആ സീക്കേസിന് പിറകെ പോയതിന്റെ പേരിൽ നമ്മൾ എന്തിനാ മോനെ നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ കളഞ്ഞു കുളിക്കുന്നത്? നോക്ക്, ഒരു കുറവും വരാതെ നാളെ നമ്മൾ വിഷു ആഘോഷിക്കും. ആഘോഷിച്ചേ പറ്റൂ. അത് വേണം ഗൗതം. വിഷുക്കണി കണിക്കൊന്നയൊക്കെയായി നമുക്ക് വിഷു ആഘോഷിക്കണം. വിഷു സദ്യയും വേണം. ഇത്തവണത്തെ വിഷു എനിക്ക് അത്രയ്ക്ക് സ്പെഷ്യലാ. പ്ലീസ്. എന്തിനാ ഗൗതം ഉള്ള ഒരു ആഘോഷം വേണ്ടാന്ന് വെക്കുന്നത്? അത് വേണം മോനെ. എല്ലാവരും ആഗ്രഹം അതാണെങ്കിൽ പിന്നെ ഞാനായിട്ട് എതിരേൽക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും ഒരു ആഗ്രഹമുള്ളൂ, അടുത്തൊരു ആഘോഷം നടക്കുമ്പോഴെങ്കിലും പ്രണവ് നമ്മളോടൊപ്പം ഉണ്ടാവണമെന്ന്. ഇനി അവനെ തിരിച്ചു പിടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അവന്റെ മനസ്സങ്ങ് മാറിപ്പോയി. അങ്ങനെയൊന്നുമില്ല. അവൻ തിരികെ വരും. അതിനൊറ്റ വഴിയുള്ളൂ, ഞാൻ അവനെ പോയി കാണണം. വെറും കൈയോടെയല്ല, എല്ലാം അവന്റെ പേരിലേക്ക് എഴുതി വെച്ച മുദ്രപത്രമായിട്ട് ചെന്ന് കാണണം. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് നിധിയും കൂട്ടി ഇറങ്ങിക്കൊടുക്കണം. അപ്പൊ അവൻ തിരികെ വരും. അകന്നിരുന്നാൽ ഒരു വിഷുവിനും ഓണത്തിനും ഒക്കെ എനിക്ക് നിധിയൊക്കെ ഇവിടെ അതിഥികളായിട്ട് കയറി വരാമല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കൂടുകയും ചെയ്യാം. എന്തായാലും അങ്ങനെ അവനെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് ഞാൻ സമ്മതിക്കയില്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നീ ഇപ്പൊ എല്ലാം എഴുതി അവന് കൊടുത്തു എന്ന് തന്നെ വെച്ചോ. അത് വൃത്തിയായി നോക്കി നടത്താൻ അവനെ കൊണ്ട് പറ്റൂന്ന് തോന്നുന്നുണ്ടോ? നടക്കില്ല. നടക്കില്ലെന്ന് മാത്രമല്ല, സർവ്വതും ആ CKC കൈക്കലാക്കും. അതിലൊരു സംശയവുമില്ല. വാളെടുത്തവൻ അന്ത്യം വാളാൽ തന്നെ ആയിരിക്കുമല്ലോ. സംശയമുണ്ടോ ആ കാര്യത്തില്? അവസാനം പ്രണവും ശിവാനിയും തുണയ്ക്കൊരാള് പോലും ഇല്ലാതെ വഴിയാധാരാവും. പ്രണവിന് എന്തു വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അതിനാദ്യം അവൻ അവന്റെ തെറ്റു മനസ്സിലാക്കണം, തിരിച്ചു വരണം. അത് കഴിഞ്ഞ് ആലോചിക്കാം എന്തും. നീ കഴിക്കട മോനെ. പ്രണവേ, ഇത് കൂടി കഴിക്കേ. മതിയെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. എത്ര ദിവസമായി കാണും നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്? അത് ശരിയാ. ആ ഗൗതമന്റെ ഗുണ്ടകള് ദിവസം ഒരു പൊതിച്ചോറങ്ങാനും ആയിരിക്കും വാങ്ങിച്ചു തരുന്നത്, അല്ലേ പ്രണവേ? അതും കഴിക്കാൻ തോന്നത്തില്ല അങ്ങളെ. ദിവസങ്ങളോളം ഞാൻ വെള്ളം പോലും കുടിക്കാതെ കിടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ പട്ടിണി കിടന്ന് കുടലുണങ്ങി. ഇപ്പൊ ഒന്നും അവിടെ ഇറങ്ങുന്നില്ല. എന്തൊരു ദുഷ്ടത്തരമാണ് ജ്യോതിർമയി ആ ഗൗതം കാണിച്ചത്. എങ്ങനെ മനസ്സ് വരുന്നു? എന്റെ CKC, ഗൗതമിന് ആരോട് വേണമെങ്കിലും ദുഷ്ടത്തരം കാണിക്കാം. കാരണം അവന് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലല്ലോ. സ്വന്തം കൂടപ്പിറപ്പാണെങ്കിലല്ലേ ആ സ്നേഹം കാണിക്കണമെന്ന് തോന്നൂ. ഇതിപ്പോ ഒരു ശത്രു. എങ്ങനെയും തോൽപ്പിക്കണമെന്നും മുഴുവൻ സ്വത്തുക്കളും സ്വന്തമാക്കണമെന്നും ആഗ്രഹിക്കുന്നൊരു ശത്രു. അങ്ങനെ കണ്ടാ മതി ഗൗതമിന്.
സഹോദര സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ആന്റി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്കിളും ആന്റിയും ഞങ്ങളുടെ ആരാ? സത്യത്തിൽ ആരുമല്ല. എന്നിട്ട് ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന് അതിരുണ്ടോ? ഞങ്ങളെ സംരക്ഷിക്കുന്നത് എന്തെങ്കിലും രക്തബന്ധത്തിന്റെ കണക്ക് ആലോചിച്ചിട്ടാണോ? അല്ലല്ലോ. നോക്കിയോ, എല്ലാത്തിനും ചേർത്ത് ഞാൻ ഒരു തിരിച്ചടി കൊടുക്കും. നാളെ മുതല് ഞാൻ അതിനായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാ. ആ എന്തായാലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് നാളെ, മേടവിഷു. ആ നാളെ വിഷു ആണോ? കണിയൊക്കെ ഒരുക്കണ്ടേ? കണി ഒരുക്കണ്ടേന്നോ? സർവ്വ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി അതിനു വേണ്ടി അങ്ങോട്ട് ഇറങ്ങുക. അയ്യോ, നേരത്തെ പറയാത്ത എന്താങ്ങളെ, വിഷുവായിട്ടൊരു കൈനീട്ടം പോലും തരാൻ പറ്റിയില്ലല്ലോ. നാളത്തെ വിഷുക്കൈ നീട്ടം പ്രണവിനാണ്. എന്റെയും ശിവാനിയുടെയും ജ്യോതിർമയുടെയും ഒക്കെ വകയായി ഒരൊറ്റ വിഷുക്കൈ നീട്ടം.